കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് രേണുസുതിക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നത്. വർഷങ്ങളായി ശരീരത്തിലുണ്ടായിരുന്ന ഒരു മുഴയാണ് കൃത്യമായി ചികിത്സ ലഭിക്കാതെ അർബുദമായി മാറിയത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ ചികിത്സകൾ പുരോഗമിക്കുകയാണ്. വളർത്തുമകൻ രാഹുൽ എന്ന കിച്ചുവിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു. പതിവില്ലാത്ത ഊർജത്തോടെയായിരുന്നു 12 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ രേണു പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോ വൈറലായ ശേഷം രേണുവിന് ക്യാൻസർ ഇല്ലെന്നും അസുഖമാണെന്ന് വെറുതെ പറഞ്ഞ് പരത്തിയതാണെന്നും രോഗാവസ്ഥ വ്യാജമാണെന്നുമുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴിതാ അത്തരം സംശയങ്ങളുള്ളവർക്കും തന്നെ പരസ്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണുസുതി. തലയിൽ നിന്നും ലൈവായി മുടി കൊഴിഞ്ഞു വരുന്നത് രേണു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തലയിൽ രേണു കൈകൊണ്ട് തലോടിയപ്പോൾ തന്നെ ഒരുപാട് മുടി കൈയിലേക്ക് അടർന്നു വീണു. തനിക്ക് ക്യാൻസർ ഇല്ലെന്ന് പറയുന്നവർക്ക് അതെ, എന്റെ മനസ്സിന് ക്യാൻസർ ഇല്ല, പക്ഷേ ശരീരം നിങ്ങളുടെ കുത്തുവാക്കുകളേക്കാൾ വലിയ ക്യാൻസർ അല്ല എന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത്. തലയിൽ വെറുതെ ഒന്ന് തൊട്ടാൽ മതി കൈയിലേക്ക് മുടി പൊഴിഞ്ഞു വീഴുന്നു. വീഡിയോയ്ക്കൊപ്പം രേണു കുറിച്ചു. കീമോ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ രേണു മുടി മുഴുവനായി മുറിച്ചിരുന്നു. ക്യാൻസർ രോഗികളുടെ എല്ലാം മുടി കൊഴിയാറുണ്ട്. മുടി കൊഴിയുന്നത് രോഗം കൊണ്ടല്ല, മറിച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ ചികിത്സകളുടെ ഭാഗമായാണ്. വേഗത്തിൽ വളരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നുകളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇത് മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. ചികിത്സ ആരംഭിച്ചതിനു ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ മുടി കൊഴിയാൻ തുടങ്ങും. തലയിലെ മുടി മാത്രമല്ല, ശരീരത്തിലെ പുരികം, കൺപിലി തുടങ്ങിയ രോമങ്ങളും ഇതിന്റെ ഫലമായി കൊഴിഞ്ഞു പോകാം. രേണുവിന്റെ പുതിയ വീഡിയോ താരത്തിന്റെ ആരാധകരുടെ മനസ്സിൽ വേദന നിറച്ചു. നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത്. സോഷ്യൽ മീഡിയ നമ്മളെ തളർത്തുകയും ഉയർത്തുകയും ചെയ്യും. അവരുടെ സഹതാപം, സ്നേഹം നേടി ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ സന്തോഷം, സമാധാനം, സ്നേഹം ഇതിന്റെ എല്ലാം താക്കോൽ ഈ പൊതുസമൂഹത്തിന് കൊടുത്താൽ അവർ രേണുവിനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം, സമാധാനം. ഈ വഴിക്ക് ചിന്തിച്ചാൽ നെഗറ്റീവ് കമന്റ്സ് ഒന്നും നമ്മളെ തളർത്തില്ല. എല്ലാത്തിനും മറുപടി കൊടുത്ത് സ്വന്തം വില, എനർജി കളയേണ്ടതില്ല. പ്രതികരിക്കുകയും വേണ്ട. സോഷ്യൽ മീഡിയ വല്ലപ്പോഴും ഉപയോഗിക്കുക. പാട്ട് കേൾക്കുക, പ്രാർത്ഥിക്കുക, മധുരം കുറയ്ക്കുക, മരുന്നുകൾ കഴിക്കുക. വേഗം സുഖമാകട്ടെ. കഴിയുമെങ്കിൽ അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ക്ഷമിക്കാൻ കഴിയട്ടെ. സ്നേഹത്തിന് കണക്ക് വെക്കാതിരിക്കുക. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക. പക്വതയോടെ ഇടപെടുക. ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. ആർക്കും തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല രേണു. മാരക വിഷം ഉള്ളിലുള്ളവർ അങ്ങനെ പലതും പറയും. അവരുടെ അടുത്ത് അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെന്തു പറഞ്ഞാലും പ്രതികരിക്കേണ്ട. പ്രതികാരം നമുക്കുള്ളതല്ല. പ്രാർത്ഥനയുണ്ട്. എല്ലാം മാറ്റി ഈശ്വരൻ കാത്തുകൊള്ളും എന്നിങ്ങനെ നീളുന്നു രേണുവിനെ ആശ്വസിപ്പിച്ചു വന്ന കമന്റുകൾ.